നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതാരാ ബോംബിട്ടത്? അയ്യോ, ഏതോ തീവ്രവാദികള് എന്നെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയതാ. ഇനി ആ തെലുങ്കൻ ചെപ്പണ്ടി ചെപ്പണ്ടി എന്ന് പറഞ്ഞ ഇതിനായിരുന്നാ? ദൈവമേ, അയ്യോ, ഇനി ആ തെലുങ്കൻ ചെപ്പണ്ടി എന്ന് പറഞ്ഞത് ബോംബായിരിക്കൂ. അയ്യോ, ചിലപ്പോ ഇതങ്ങനെ പൊട്ടി തകർന്നാലാ? വേണ്ട. ബോസിനോട് ചെന്ന് കാര്യം പറയാം. എന്തിനാടാ ഇത്? ബോസേ, ആകെ പ്രശ്നാ. എന്ത് പ്രശ്നം? ബോസേ, അവരെന്നെ ടാർഗറ്റ് ചെയ്തു. ആര്? തീവ്രവാദികള്. ആ, ഇപ്പൊ എന്നെ കൊല്ലാനറിഞ്ഞ ബോംബായത്. ആര്? ആര് നിന്നെ കൊല്ലാൻ നോക്കിയെന്ന്? ഏതോ തെലുങ്ക് തീവ്രവാദികളാ. ഈ ചെപ്പണ്ടി ചെപ്പണ്ടി എന്നൊക്കെ പറയണ കേട്ട്. ചെപ്പണ്ടിയാ? എന്താ? എന്തോ വലിയ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നല്ലോ. എന്താ പ്രശ്നം? ദർശനെ, ഞാൻ പോലും അറിയാതെ തീവ്രവാദികൾ എന്നെ കൊല്ലാൻ പദ്ധതി കിട്ടു. അല്പം മുമ്പ് ആകാശത്ത് നിന്ന് ഏതോ ശബ്ദമില്ലാത്ത വിമാനത്തിൽ നിന്ന് എന്റെ നേർക്കറിഞ്ഞ ബോംബാണിത്. സത്യം. കൊള്ളാം. ഇതാണോ ബോംബ്? ഇതാ ഇന്നലെ ഇവിടെ പൊട്ടിയ സ്ഫോടന ശക്തിയുള്ള പടക്കത്തിന്റെ ബാക്കി. ശരിയാണ്. ഇതാര് എവിടുന്ന് കൊണ്ടുവന്നു എന്ന് അറിയാനുള്ള ശ്രമത്തിലാ ഞങ്ങള്. ദർശനെ, ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാ. അശോക് ഫയർ വർക്ക്സ്. അത് എനിക്കറിയാവുന്ന കടയാ. നമ്മളെന്നാ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അതിന്റെ തൊട്ടടുത്ത കടയാ. കോമാളി, ഈ ഗിരിജ എന്താ ഇങ്ങനായെന്ന് ചോദിച്ചാ എനിക്കൊരു മറുപടിയേ ഉള്ളൂ. വേർതിരിവ്. അത് എനിക്കറിയാവുന്ന കടയാ. നമ്മളെന്നാ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അതിന്റെ തൊട്ടടുത്ത കടയാ. ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്ക്. ഫോൺ നമ്പർ ഇല്ല, ഞാൻ പോയി തിരക്കിട്ട് വരാം. രൂപേഷേട്ടാ, ഞാനും കൂടി വരാം. താക്കോലെ ഇതുകൊണ്ട് കളഞ്ഞേക്ക്. വാ ദർശനെ. ശരിയാണ്. കുരേച്ച പറ. ഇതിനിടയിലോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആശുപത്രിയിൽ പോയിട്ട് എന്തായി? എന്താ? ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേന്ന്? പാവം, ഞാൻ പറയാം. ആശുപത്രി പോയിട്ടേ ഡോക്ടർ എന്താ പറഞ്ഞേന്ന്. എടി, നീ എന്താടി എന്നെ കളിയാക്കുന്നോ? നീ എന്താ കാണിക്കുന്നേ? ലാപ്ടോപ്പ് ശരിക്കും ഭ്രാന്ത് പിടിച്ചു. ഗിരിജ, ഒന്ന് അടങ്ങ്. മടുത്തു എനിക്ക്. ഒരു വീട്ടില് പലർക്കും പല സ്ഥാനം. അതില് രണ്ടാം തരക്കാരിയുടെ സ്ഥാനം എനിക്ക്. ഒരു രാജ്ഞിയായിട്ടാ ഗിരിജ ഈ വീട്ടില് താമസിച്ചത്. ഇപ്പോ ഒരു വിലയില്ലാത്തവളായി. ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ. ഗിരിജ, ഞാൻ പറയുന്നു. എനിക്കല്ലേ കേൾക്കാൻ പറ്റാത്തത്? ഞാൻ പറയുന്നത് നിങ്ങക്ക് കേക്കാലോ അല്ലേ? പവിയേട്ട പറയേ. ഗിരിജ. അമ്മ, ഈ വീട്ടില് ഗിരിജയുടെ വേഷം എന്താ? ബഫൂൺ?
ബഫൂൺ, കോമാളി. ഈ ഗിരിജ എന്താ ഇങ്ങനെ ആയെന്ന് ചോദിച്ചാ എനിക്കൊരു മറുപടിയേ ഉള്ളൂ. വേർതിരിവ്. മറ്റുള്ളവരുടെ മുന്നിൽ കോമാളി വേഷം കെട്ടി ആടേണ്ടി വരുന്ന ഏതൊരാളിന്റെ ഉള്ളിലും കാണും. വേഷം കെട്ടിച്ചവരെ തീർക്കാൻ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരു പോരാളി. അത് ഓർക്കണം. ഓർക്കുന്നത് നല്ലതായിരിക്കും. അത് താലി കെട്ടിയ ഭർത്താവാണെങ്കിലും 10 മാസം വയറ്റിക്കിടന്ന മകളാണെങ്കിലും. ഗിരിജ, നീ എന്ത്? മറുപടി വേണ്ട. കേൾക്കാനും മനസ്സിലാക്കാനും ഈ ഗിരിജയ്ക്കിന്ന് കേൾവിയില്ല. കേൾവി മാത്രമല്ല, മനസ്സുമില്ലെന്ന് പറയുന്നതാവും ശരി. ഞാൻ പറയുന്നത് ഗിരിജ. അച്ഛാ, ആ എന്തായി ബോസേ? അന്വേഷിച്ചു, പക്ഷേ അവരൊന്നും വിട്ടു പറയുന്നില്ല. ഇടയ്ക്ക് മുതലാളി വന്ന് കേസ് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ബോസേ, ഇത് പ്രത്യേക ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ സൂക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവരൊന്നും വിട്ടു പറയാൻ സാധ്യതയില്ല. ഹലോ, ആരാ? ഞാൻ ആ പടക്കക്കടയിലെ സ്റ്റാഫാ. അതെയോ? ആ കടയിലൊരു സ്റ്റാഫാ. ലൗഡ് സ്പീക്കർ ഇട്. ആ പറഞ്ഞോളൂ സാറേ. ഇവിടുന്ന് പറഞ്ഞ എല്ലാം കള്ളമാണ്. ഇന്നലെ 2 പടക്കം കൊണ്ടുപോയി. സാധാരണ ഈ പടക്കം രാഷ്ട്രീയക്കാരും പന്നി ഓടിക്കാൻ വേണ്ടി കാട്ടുപ്രദേശമുള്ളവരൊക്കെയാണ് വാങ്ങുന്നത്. അതാരാന്നറിയോ? ഇവിടെ വന്ന് വാങ്ങിയതല്ല സാറേ, ആരോ വഴി കൊടുത്തു വിടുകയായിരുന്നു. ഞാനാ അത് പൊതിഞ്ഞു കൊടുത്തത്. അതെവിടേക്കാ കൊണ്ടുപോയെന്നറിഞ്ഞാ ഞാൻ വിളിക്കാം സാറേ. ആ ശരി, വളരെ നന്ദിയുണ്ട്. ആ ബോസേ, ഏത് കടയിലും ഏത് മുതലാളിക്കും ഇങ്ങനെ ഒരു സ്റ്റാഫ് വേണം. മുതലാളിക്കിട്ട് പണി കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ. അപ്പോ അശോക് ഫയർ വർക്സിലെ 2 പടക്കങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാ. ബോസേ, ദർശന പറഞ്ഞത് ബോസിന് മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ബോസേ, ഇത് ദർശനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാ. ആ, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ ചോദിക്കണം. വാ. രൂപേഷേട്ടാ, പവി, ഇവര് പറഞ്ഞത് സത്യമാണോ?